സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം കഴിഞ്ഞ 30 ദിവസമായിട്ട് ഞാൻ എൻ്റെ സെൽഫിന് കൊടുക്കുന്ന എല്ലാ പ്രോമിസും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിരുന്നു കഴിഞ്ഞ 30 ദിവസം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഒരുപാട് ടയേർഡായി, ഫിയർ വന്നു, ആങ്ഷ്യസ് ആയി. പക്ഷേ ഞാൻ എനിക്കൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ വന്നാലും ഞാൻ എന്നോട് പറഞ്ഞ പ്രോമിസുകൾ കീപ്പ് ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യും, ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കും. നമുക്ക് പല കാര്യങ്ങളും അറിയില്ല. പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഡംബായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് എംബാരസ്ഡ് ആയിപ്പോയി. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു, ഓക്കെ, എൻ്റെ സെൽഫിന് വേണ്ടി ഞാൻ വർക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, എന്നെ ആരും വന്ന് സേവ് ചെയ്യത്തില്ല, എനിക്ക് ആരും വന്ന് സ്കിൽസ് പഠിപ്പിച്ചു തരത്തില്ല, ഞാൻ തന്നെ നിൽക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ എന്നെ വളരെ സ്നേഹത്തോടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ സെൽഫ് ടോക്കൊക്കെ മാറി. എൻ്റെ ലൈഫിൽ ഇപ്പം എന്ത് ചാലഞ്ച് വന്നു കഴിഞ്ഞാലും ഞാൻ അതിൽ എനിക്ക് ഗ്രോ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് കാണുന്നത്. അല്ലാതെ വിക്ടിം മൈൻഡ് സെറ്റിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ട് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്. അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയി കഴിഞ്ഞാൽ, കംഫർട്ട് സോണിന് പുറത്ത് വരാൻ തയ്യാറായാൽ നമ്മുടെ ലൈഫ് മാറും. എനിക്ക് ആസ് എ പേഴ്സൺ ഒരുപാട് ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കോൺഫിഡൻസ് കൂടി, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയ പല കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഴല് പോലെ. നമ്മൾ എത്രത്തോളം അതിൻ്റെ അടുത്തുനിന്ന് ദൂരെ പോകുന്നത് അത്രയും വലുതായിരിക്കും, എത്രത്തോളം അതിൻ്റെ അടുത്ത് അടുക്കുന്നോ അത്രയും ചെറുതായിരിക്കും. പല കാര്യങ്ങളും നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്കത് ഫെമിലിയർ അല്ല, അതുകൊണ്ട് സ്വാഭാവികമായിട്ടൊരു ചെറിയ പേടി ഉണ്ടാവും. പക്ഷെ പേടി ഉണ്ടെങ്കിലും നമ്മളതൊന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന്. നമുക്ക് പേടി ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക, മുന്നോട്ടേക്ക് പോവുക. ആക്ഷൻ എടുത്താൽ തീരുന്ന കാര്യമേ ഉള്ളൂ. സോ എനിക്ക് കഴിഞ്ഞൊരു 30 ദിവസം കൊണ്ട് നല്ല ചേഞ്ചസ് ഉണ്ട്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ഫോക്കസ് ചെയ്യുക. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മാസം കഴിഞ്ഞു, 8ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കയറി. ഒന്ന് പോസ് ചെയ്തിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ലൈഫ് തന്നെ. നിങ്ങൾ എവിടം വരെ എത്തി? നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസുകളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അതോ ബ്രേക്ക് ചെയ്തോ? ഇനി എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രസ് വരുത്താനുണ്ടോ? നിങ്ങളുടെ മുന്നിൽ ഒരു 5 മാസമുണ്ട്. ഈ വർഷം നമുക്ക് എല്ലാവർക്കും ഒരു ഡിഫറൻസ് കൊണ്ടുവരാം. എല്ലാ വർഷവും നമുക്ക് പ്രോമിസ് കൊടുത്ത് നമ്മളെ ചീറ്റ് ചെയ്യുന്ന പോലെ അല്ലാതെ ഈ വർഷം നമുക്ക് ഒരു ചെറിയ ഹാബിറ്റ്, ഒരു ചെറിയ സ്കില്ലെങ്കിലും ബിൽഡ് ചെയ്യാം. നമ്മളോട് പറയുന്ന ഒരു പ്രോമിസെങ്കിലും കീപ്പ് ചെയ്യാം. ഒരു ഡിഫറൻസ് കൊണ്ടുവരാം. ഞാൻ എന്താണെങ്കിലും ഹാപ്പിയാണ്. എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഞാൻ എന്നെ നന്നായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേടി വരുന്നുണ്ടായിരുന്നു, ഒരുപാട് സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്, പല കാര്യങ്ങളും ട്രിഗർ ആവുന്നുണ്ട്. അതുപോലെ ഞാൻ എൻ്റെ ഒരു ഹീലിംഗ് ജേർണിയിലാണ്. ചില സമയത്ത് ഭയങ്കരമായിട്ട് ടയേർഡായി പോകും, ചിലപ്പോൾ ഭയങ്കര ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യും, ചിലപ്പോൾ ഒട്ടും ഓക്കെ അല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിലും ഞാൻ എൻ്റെ ടാസ്കുകൾ ബ്രേക്ക് ചെയ്യാതെ ചെയ്യുമ്പോൾ, എനിക്ക് കൊടുക്കുന്ന പ്രോമിസ് കീപ്പ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, എന്നെ ഭയങ്കര ഇഷ്ടമാവുകയാണ്. എനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ കൂടി. എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കുമായിരിക്കും, എനിക്ക് എൻ്റെ സ്കിൽസ് പഠിച്ചെടുക്കാൻ പറ്റും. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു വുമൺ ആവാൻ വേണ്ടി പറ്റുന്നുള്ളൊരു തോന്നൽ. പിന്നെ ഇപ്പോൾ ഉള്ള എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ സക്സസ്ഫുള്ളി 30 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇന്ന് ഞാൻ ഒരുപാട് ഇമോഷനിലൂടെ കടന്നു പോയൊരു ദിവസമാണ്. ഒരുപാട് കരഞ്ഞു, ഒരുപാട് നെഗറ്റീവായി. എന്നാലും ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തു. ഇപ്പം രാത്രി ഒരു 11:45 സമയം. ഞാൻ ഇത്ര നേരം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അത്രയും ടയേർഡായി പോയി. ഫിസിക്കലി ടയേർഡാണ്, മെൻ്റലി ടയേർഡാണ്. എന്നാലും ഞാൻ എനിക്കൊരു പ്രോമിസ് കൊടുത്തതല്ലേ, അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നെ തന്നെ പിടിച്ച് കൊണ്ടിരുത്തി ഞാൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് അൺകംഫർട്ടബിൾ ആയിരുന്നു ഇന്ന്. വീഡിയോ എടുക്കാൻ തോന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തു. എനിക്ക് എന്നെ ഓർത്ത് ഭയങ്കര പ്രൗഡാണ്. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്. ഞാനുമായൊരു ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു കണക്ഷനൊക്കെ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര ഒരു മിസ്സിങ് ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് മാറി കിട്ടി. ഞാൻ എന്നെ തന്നെയായിരുന്നു മിസ് ചെയ്തത്. സോ ഐ എം സോ ഹാപ്പി, പ്രൗഡ്, എക്സൈറ്റഡ്. അങ്ങനെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യാണ് ഇന്ന്. ഇനി ഇതിനെക്കാട്ടി ഉഷാറായിട്ട് നാളെ ടാസ്കുകൾ ചെയ്യണം, എൻ്റെ സെൽഫിൽ ഫോക്കസ് ചെയ്യണം. എന്താണെങ്കിലും ഈ വർഷം ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എനിക്ക്. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി എൻഡ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ആൻഡ് ഐ ലവ് യു ഓൾ. നാളെ കാണാം. ബൈ.